നിതിൻ രാജ് എന്ന കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട 2 അധ്യാപകരുടെ ജാമ്യാപേക്ഷയാണ് ഇവിടെ കോടതിയിലുണ്ടായിരുന്നത്. 2 ജാമ്യാപേക്ഷയും SC/ST വകുപ്പ് അട്രാക്ട് ചെയ്തതുകൊണ്ട് വിക്ടിമിൻ്റെ ഫാദർക്ക് നോട്ടീസ് പോകും. ആ ഫാദർക്ക് നോട്ടീസ് പോയ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തിന് വേണ്ടി ഹാജരായി നമ്മുടെ ഭാഗങ്ങൾ കോടതി മുമ്പാകെ ബോധിപ്പിച്ചു. 2 പേർക്കും ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നാണ് കുടുംബത്തിന് വേണ്ടി നമ്മൾ ഹാജരായി പറഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഒന്നാം പ്രതിയായിരുന്ന ഡോക്ടർ റാം ഒരു സർട്ടിഫിക്കറ്റ് കോടതി മുമ്പാകെ ഹാജരാക്കി ഞാൻ ഷെഡ്യൂൾഡ് ട്രൈബാണ് എന്ന് പറഞ്ഞു. അതാണ് നമ്മൾ ആദ്യമായി എതിർത്ത കാര്യം. അതായത് അദ്ദേഹം ട്രൈബ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി SC/ST ആക്ടുകളിൽ നിന്ന് അയാൾ രക്ഷപ്പെടും. അത് ഒഴിവാക്കുന്നതിനായിട്ട് അദ്ദേഹം ഈ വിജേന്ദ്രിയ എന്ന കമ്മ്യൂണിറ്റി SCയിൽ പെടുന്നതല്ല. അതുപോലെ തന്നെ കർണാടകയിലുള്ള SC കമ്മ്യൂണിറ്റികൾ ഇവരുടെ മൊത്തം ലിസ്റ്റും നമ്മൾ കോടതി മുമ്പാകെ ഹാജരാക്കിയതോടുകൂടി അവർ ആ വാദത്തിൽ നിന്ന് പിന്മാറുകയാണ്. പിന്നീട് ഇതൊരു ആത്മഹത്യ നോട്ടില്ലാത്ത കേസായതിനാൽ ഇത് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് കൂടി പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നിതിൻ എന്ന് പറയുന്ന കുട്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുട്ടി ഹയർ മാർക്കോടുകൂടി +2 പാസ്സായി. എന്നിട്ട് 2 വർഷമാണ് ഒരു മെഡിക്കൽ സീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് എഴുതി അവസാനം ഈ അച്ചീവ്മെൻ്റ് നേടിയത്. ആ നേടിയത് മുതൽ കുട്ടി ആ കോളേജിൽ കണ്ടിന്യൂസ് ഹരാസ്മെൻ്റ് ആണ്. അതായത് ആ കുട്ടി വന്നത് മുതൽ ഈ കുട്ടിയെ തെരുവ് പട്ടി അങ്ങനെ ആ രീതിയിലാണ് ആ കോളേജിൽ നിന്നും അവമാനം. അതായത് നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലാസ്റ്റ് മൂമെൻ്റ് അല്ല, ഇതൊരു തുടക്കം മുതലുള്ള കുട്ടിക്ക് നേരെയുള്ള ആക്രമണമാണ്. അതിൻ്റെ അവസാനമാണ് ആത്മഹത്യ. ഈ തുടക്കം മുതൽ എന്ന് പറയുന്നതിൽ ഈ കുട്ടി ഏറ്റവും കൂടുതൽ ഇൻറ്റിമസി ഉണ്ടായിരുന്നത് കുട്ടിയുടെ സഹോദരിയോടാണ്. ആ സഹോദരിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കുട്ടി നേരിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ തന്നെ 13-ാം തീയതി ഈ കുട്ടി എന്നെ ഹരാസ് ചെയ്യുന്ന 2 പേരാണ്. ആ 2 പേരുടെ ഫോട്ടോ ഈ സഹോദരിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായി ഈ നമ്പറിൽ ഇത്ര മണി സമയത്ത്, അതായത് രാത്രി 10:25-നും 26-നുമാണ് അയച്ചു കൊടുക്കുന്നത്. അത് കൃത്യമായി ഫോട്ടോ 2 പേരുടേത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ പിറ്റേ ദിവസം സഹോദരി ചോദിക്കുന്നുണ്ട്, നിന്റെ പരാതി എന്തായി? അപ്പോൾ പരാതി ഞാൻ പ്രിൻസിപ്പാളിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് കുട്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും 2 പേർക്കും ഇതിൽ തുടർച്ചയായ പങ്ക് ഈ വ്യക്തമായും അവർക്ക് ഇതിൽ കൃത്യത്തിൽ പങ്കുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഇപ്പോഴും പുതുതായിട്ട് പ്രോസിക്യൂഷൻ വാദത്തിലേക്ക് പുതുതായിട്ടൊരു ഇത് കൂടെ വന്നിട്ടുണ്ട്. അതായത് ഈ സംഭവങ്ങൾക്കൊക്കെ പ്രിൻസിപ്പാളിൻ്റെ റൂമിൽ വെച്ച് എല്ലാ സംഭവം കഴിഞ്ഞ് നിതിൻ രാജ് പുറത്തു പോയ അവസരത്തിൽ ലത എന്ന് പറയുന്ന ടീച്ചർ പുറത്തു നിൽക്കുന്ന ഡോക്ടർ റാമിന് വന്നിട്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് ഒരു ഗൂഢാലോചനയായിരുന്നു. അപ്പോൾ ഇതിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും പങ്കുണ്ടോ എന്നൊരു സംശയത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതായത് ഒരു ടീച്ചർ റാം ഡോക്ടർക്ക് വന്ന് കൈ കൊടുക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു അന്തർധാര ഉണ്ടായിരിക്കണം. അതായത് ഈ കുട്ടിയെ ചേംബറിൽ പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് വിളിപ്പിക്കുന്നത് റാം ഡോക്ടർ വേറെ കുട്ടികളെ വിട്ടിട്ടാണ്. അതും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കോൾ ദാറ്റ് ഡോഗ് അതർവൈസ് ഹീ വിൽ എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ടാണ് വിളിപ്പിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ കൂടെ ഹരാസ് ചെയ്ത് ഈ സൂയിസൈഡിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഗൂഢാലോചന ഇവർ തമ്മിലുണ്ടായോ എന്ന് പോലും നമ്മളിപ്പോൾ ഒരു സംശയിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. ആ CCTV വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടില്ല. അത് കോടതിയിൽ വാദത്തിൻ്റെ ഭാഗമായി പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഈ ലത ടീച്ചർ എല്ലാം കഴിഞ്ഞതിന് ശേഷം റാം ഡോക്ടറുമായി പോയി ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ആ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത്? എന്താണ് ആ ഷെയ്ക്ക് ഹാൻഡിൻ്റെ ഉദ്ദേശം? ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം, ഈ കുട്ടി ഒരു 15,000 രൂപയെ ലോൺ ആപ്പിൽ അടക്കാനുള്ളൂ. ഈ പറഞ്ഞ അവിടെ ഉണ്ടായിരുന്ന 6 പേര് 2,000-ഓ 3,000-ഓ രൂപ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഒരു കുട്ടിയുടെ സാമ്പത്തികം ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളെ കൂട്ടത്തിൽ ഒരാൾക്ക് പ്രശ്നം വരുമ്പോൾ അത് ചിലപ്പോൾ ഒരാൾ തീർക്കും, അല്ലെങ്കിൽ എല്ലാവരും കൂടെ തീർക്കാൻ പറ്റും. പക്ഷെ അതല്ല ഉണ്ടായത്. ഇവിടെ ഒരു കണ്ടിന്യൂസ് ഹരാസ്മെൻറ്റും ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് ഇനിയും കൂടുതൽ അന്വേഷിക്കണം എന്നാണ് ഇവരുടെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് പറയാം.